ജനാധിപത്യ മഹിളാ അസോസിയേഷൻ എടപ്പാൾ ഏരിയ കമ്മിറ്റി കൺവെൻഷനും കേന്ദ്ര ബഡ്ജറ്റിനെതിരെ പ്രതിഷേധ പ്രകടനവും വട്ടംകുളത്ത് നടന്നു. കേന്ദ്ര ബജറ്റിനെതിരെ അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ എടപ്പാൾ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വട്ടംകുളത്ത് പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു. മഹിളാ അസോസിയേഷൻ മലപ്പുറം ജില്ലാ ജോയിന്റ് സെക്രട്ടറി ഇന്ദിര, എക്സിക്യൂട്ടീവ് അംഗം CS പ്രസന്ന, മഹിളാ അസോസിയേഷൻ എടപ്പാൾ ഏരിയ പ്രസിഡന്റ് ജയശ്രീ രാജൻ, സെക്രട്ടറി ആരിഫ നാസർ, ശ്രീജ പാറകൽ, മണി CP, ഷീന, മിസ്രിയ സൈഫുദ്ദീൻ, പ്രബിത, അനിത VP തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധ പ്രകടനം നടന്നത്. തുടർന്ന് വട്ടംകുളം പാർട്ടി ഓഫീസിൽ വെച്ച് നടത്തിയ കൺവെൻഷൻ മഹിളാ അസോസിയേഷൻ മലപ്പുറം ജില്ലാ ജോയിന്റ് സെക്രട്ടറി ഇന്ദിര ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ യാതൊരു അവകാശങ്ങളും നമുക്ക് സ്ഥാപിച്ചു വരാനായിട്ട് കേന്ദ്ര സർക്കാർ ശ്രമിച്ചിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. കേന്ദ്രത്തിലെ നമുക്കറിയാം, കേരളത്തിലെ ലോകം തന്നെ നടുക്കിയ നമ്മുടെ വയനാട് ദുരന്തം, ആ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള ഒരു പാക്കേജോ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പദ്ധതി നമ്മളെ ആ വയനാട്ടിലെ ജനങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാരിൻ്റെ ബഡ്ജറ്റിൽ ഉണ്ടായിരുന്നില്ല എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ കേരളത്തിൻ്റെ അഭിമാന പദ്ധതിയായിട്ടുള്ള വിഴിഞ്ഞം പദ്ധതി, ആ വിഴിഞ്ഞം പദ്ധതി ഏതെങ്കിലും തരത്തിലുള്ള സഹായം ഈ ബഡ്ജറ്റിൻ്റെ ഭാഗമായിട്ട് കിട്ടിയിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ ആരോഗ്യ മേഖലയിലുള്ള ഒരു എയിംസ് കാലങ്ങളായിട്ട് നമ്മൾ ആവശ്യപ്പെടുന്നതാണ്. ആ എയിംസും നമുക്ക് ഈ പദ്ധതിയുടെ നമ്മുടെ ഈ ബഡ്ജറ്റിൻ്റെ ഭാഗമായിട്ട് വന്നിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പിന്നെ സ്ത്രീകളെ ഏറ്റവും കൂടുതൽ പണിയെടുക്കുന്ന നമ്മുടെ തൊഴിലുറപ്പ് യൂണിയൻ, ആ തൊഴിലുറപ്പ് പദ്ധതിക്ക് യാതൊരു തരത്തിലുള്ള വിഹിതവും ഈ കേന്ദ്ര സർക്കാരിന് ഈ ബഡ്ജറ്റിൽ നീക്കിവെച്ചിട്ടില്ല എന്ന് മഹിളാ അസോസിയേഷന്റെ ഏരിയ കമ്മിറ്റി സെക്രട്ടറി ആരിഫ നാസർ സ്വാഗതം പറഞ്ഞു. ഏരിയ കമ്മിറ്റി പ്രസിഡന്റ് ജയശ്രീ രാജൻ അധ്യക്ഷത വഹിച്ചു. മുതിർന്ന അംഗമായ ലക്ഷ്മി ദേവിക്കുട്ടി നന്ദി പറഞ്ഞു. NCV ന്യൂസ് എടപ്പാൾ.